എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ഭീകരവും വിചിത്രവുമായൊരു കഥയാണ്. അതായത് കള്ളിയാങ്കാട്ട് നീലിയുടെ കഥ. പണ്ട് കാലത്ത് കണ്ണൂർ തളിപ്പറമ്പിന് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ് നീലി എന്ന യുവതി ജീവിച്ചിരുന്നത്. അവൾ അതിവിശിഷ്ടമായ സൗന്ദര്യത്തിനുടമയായിരുന്നു. കറുത്ത നീണ്ട മുടി, മിഴിമഞ്ഞളിക്കുന്ന കണ്ണുകൾ, ഒരിക്കൽ കണ്ടാൽ മറക്കാൻ കഴിയാത്ത സൗന്ദര്യം. ഒരു നമ്പൂതിരിയുമായി അവൾ വിവാഹിതയായി. ഭർത്താവിനോട് മുഴുവൻ ഹൃദയത്തോടും ചേർന്ന് ജീവിച്ചിരുന്ന നീലിയെ ഒരു ദിവസം അവൻ തന്നെ വഞ്ചിച്ചു. ചില കഥകളിൽ പറയുന്നത് ഭർത്താവ് അവളെ കൊല്ലാൻ കൂട്ടുകാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നുമാണ്. മറ്റു കഥകളിൽ അവൾ മരിച്ചതിന് പിന്നിൽ വഞ്ചനയും വേദനയും നിറഞ്ഞൊരു കഥയാണെന്നും പറയുന്നു. മരണം സംഭവിച്ചെങ്കിലും അവളുടെ ആത്മാവിന് സമാധാനം കിട്ടിയില്ല. അവളുടെ മനസ്സിലെ വഞ്ചനയും പ്രതികാരാഗ്നിയും ചേർന്ന് അവളെ ഒരു യക്ഷിയാക്കി. ഇനി അവൾ നീലി മാത്രമല്ല, കള്ളിയാങ്കാട്ട് നീലിയായി മാറി. രാത്രി സമയങ്ങളിൽ ആളൊഴിഞ്ഞ വഴികളിലും കാടുകളിലുമാണ് നീലി പ്രത്യക്ഷപ്പെടാറ്. മനോഹരിയായൊരു യുവതിയായി വെളുത്ത വസ്ത്രം ധരിച്ച്, മുടി തുറന്ന്, കാൽമണി മുഴക്കി ആ രൂപം കണ്ടാൽ ആരും വിസ്മയപ്പെടും. അവർ മുന്നോട്ട് ചെന്നാൽ ഒരു നിമിഷം കൊണ്ട് അവളുടെ മുഖം ഭീകരമാകും. കണ്ണുകൾ തീ പോലെ ചുവപ്പ്, പല്ലുകൾ നീണ്ട കത്തി പോലെ, ശരീരം കുലുക്കത്തോടെ. അവളുടെ ഭീകര ചിരി കേട്ടാൽ മനുഷ്യർ നടുങ്ങും. അങ്ങനെ അവളുടെ വലയിലകപ്പെട്ട പുരുഷന്മാരിൽ ഒരാളും തിരികെ വന്നിട്ടില്ലെന്നാണ് കഥ. കള്ളിയാങ്കാട്ട് നീലിയെക്കുറിച്ച് നാട്ടുകാർ ഇന്നും പറയുന്നുണ്ട്. രാത്രിയിൽ ഒറ്റയ്ക്ക് പോകണ്ട, നീലിയുടെ ചുവന്ന കണ്ണുകൾ നിന്നെ നോക്കിയാൽ രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് മുതിർന്നവർ മുന്നറിയിപ്പ് നൽകി പറയാറുണ്ട്. നാടോടിപ്പാട്ടുകളിലും കഥകളിലും തെയ്യത്തിലും വരെ അവളുടെ കഥ ഇടം നേടിയിട്ടുണ്ട്. ഇന്നും സൗന്ദര്യത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണിയുടെ പ്രതീകമായി കള്ളിയാങ്കാട്ട് നീലിയെ കരുതുന്നു. ഇങ്ങനെ ഒരു വഞ്ചിതയായ സ്ത്രീയുടെ വേദനയാണ് ഇന്നും കേരളത്തിൽ ഏറ്റവും ഭീകരമായ ഒരു യക്ഷിക്കഥയായി പറയപ്പെടുന്നത്. കള്ളിയാങ്കാട്ട് നീലി സൗന്ദര്യവും ഭയവും ഒരുമിച്ച് കലർന്നൊരു പേരാണ്.